കണ്ട തോന്നിയില്ലേ? നമ്മൾ ആ റൂം കാണിക്കാൻ, ഫ്രണ്ട്സ് റൂം കാണിക്കുന്നു, അവർ കിടക്കുന്ന റൂം കാണിക്കാൻ ഇരിക്കുന്നു. ഞാനെല്ലാം രാവിലെ 8 മണി തൊട്ട് അവർ ഉറങ്ങുന്നവരെ കാണുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ഒരു ഭാഗ്യം തന്നതിനോർത്ത് പിന്നെ ഒരു ഫാമിലി, എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഇവൻ പോകണമെന്നും എനിക്ക് ഫാമിലി റൗണ്ട് കൂടണമെന്നും. അത് സാധിച്ചെന്ന് പ്രൗഡ് ഓഫ് യു. ദൈവാനുഗ്രഹം. അത്രയും തന്നെ. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ ആഗ്രഹം പറഞ്ഞു ഫാമിലി റൗണ്ടിൽ എനിക്കവിടെ ശരിക്കും പോകണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് എനിക്ക് അവൻ്റെ മോൻ സാധിച്ചു തന്നു. ഫാമിലി റൗണ്ട് എല്ലാവരും എനിക്ക് ഇഷ്ടം. എല്ലാവരും ഒരു വ്യക്തിനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അറിയുക, നാളെ അത് വലിയൊരു കോൺട്രവേഴ്സിയാണ്. ടോപ്പ് 5 വരാൻ ചാൻസ് ഉള്ള ആൾക്കാരൊക്കെയാണ് പറയുന്നത്. ഒന്ന് മോനെ, ഞാൻ അങ്ങനെ പറയില്ല. എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ മോനായിരിക്കുള്ളൂ. അപ്പൊ പിന്നെ ഞാനത് പറഞ്ഞാലും അതിനകത്തൊരു പ്രശ്നം വരാൻ പാടില്ല. കഴിവുള്ളവര് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, നിർത്തട്ടെ. അത് നിങ്ങളെല്ലാം വിചാരിക്കണം. കാരണം അറിയാം, അവര് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അവരുടെ മാക്സിമം ചെയ്യട്ടെ. ബാക്കി പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. അഭിലാഷായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് റിയലി ഞാൻ കരഞ്ഞു കൂടെ അഭിലാഷ് ഔട്ടായപ്പോ. കാരണം അഭിലാഷ് ഔട്ടാവും ഞങ്ങൾ വിചാരിച്ചു. അഭിലാഷായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു മോനെ എനിക്കൊന്ന് ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഔട്ടായി പോയല്ല. കാരണം എൻ്റെ മോന്റെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോ അവൻ അഭിലാഷ് ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. അത് അടിപൊളിയാക്കിയില്ല. അവനായതുകൊണ്ട് അത് അവനൊരു എഡ്യൂക്കേറ്റ് ആയതുകൊണ്ട് അവനതെങ്ങനെ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അവനത് എനിക്കിന്ന് അതിന് ഞങ്ങൾ ഹാറ്റ്സ് ഓഫ് ചെയ്തു. പിന്നെ മോഹൻലാൽ സാർ എന്നെ വിളിച്ചു. അതൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യമല്ലേ. നിങ്ങൾ നമുക്ക് ലൈവ് കണ്ടില്ല. വിളിച്ചപ്പോഴാണ് അവൻ സമാധാനമായിട്ട് അവൻ പറഞ്ഞത് ലക്ഷ്മിയോട്, ഒരാണുങ്ങൾക്ക് ഈ ഗതി വരാൻ പാടില്ല. മാപ്പ് പറയിപ്പിച്ച് ലക്ഷ്മി പറഞ്ഞു. ലക്ഷ്മി ഭർത്താവിനോട് ഡിവോഴ്സായിട്ട് ഭർത്താവിനോട് ഒരു സോറി പോലും പറയാത്ത സ്ത്രീയാണ്. അത് കഴിഞ്ഞ് ഫാസ്റ്റ് എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ അവരെല്ലാരും കണ്ട് സ്നേഹത്തോടെയാണ് വന്നേക്കണത്. ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് വെച്ച് കാണാൻ മോളെ എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നിലെല്ലാരും വർത്താനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടായിരുന്നു. അവരുടെ മമ്മിനെ ഞാനിപ്പോ കുറിച്ച് ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു വഴക്കില്ല. കാരണം ഇവരവിടെ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളിയിൽ മാത്രമാണ് വഴക്ക്. അത് കഴിയുമ്പോൾ അവർ ഫ്രണ്ട്സാണ്. അപ്പൊ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ വേണ്ടാത്തൊക്കെ എഴുതി പിടിപ്പിച്ച് വിട്ടേക്കല്ലേ. അത് ഓഫ്കോഴ്സ് അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും അതൊക്കെ നിങ്ങളുടെ പ്രേക്ഷകർ ഇഷ്ടമുണ്ട്. അവന് നിൽക്കുന്ന മാക്സിമം